പശ്ചിമ ബംഗാളും ഒഡീഷയും ബീഹാറും പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് അവകാശപ്പെട്ട ബംഗ്ലാദേശിലെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാർക്കും സൈനികർക്കും മറുപടി നൽകി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. പിടിച്ചെടുക്കാൻ വരുമ്പോൾ ഇന്ത്യക്കാരുടെ കയ്യിൽ ലോലിപോപ്പ് ആയിരിക്കുമെന്ന് കരുതിയോ എന്നായിരുന്നു മമതയുടെ മറുപടി. പശ്ചിമ ബംഗാൾ നിയമസഭയിലായിരുന്നു മമതയുടെ പ്രതികരണം. ബംഗ്ലാദേശ് നടത്തിയ പ്രസ്താവനകളിൽ പ്രകോപിതരാകരുതെന്നും ശാന്തത പാലിക്കണമെന്നും മമത ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വിഷയത്തിൽ കേന്ദ്രത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും മമത ഉറപ്പു നൽകി. അടുത്തിടെ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തിയ ചില ബംഗ്ലാദേശി രാഷ്ട്രീയ നേതാക്കളെ മമത പരിഹസിക്കുകയും ചെയ്തിരുന്നു. തന്റെ സർക്കാരും പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുമെന്നും ഇന്ത്യ ഒറ്റക്കെട്ടാണെന്നും മമത പറഞ്ഞിരുന്നു. അതേസമയം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് അടുത്തിടെ ധാക്കയിൽ നടന്ന ഒരു പൊതുയോഗത്തിലായിരുന്നു ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ ബംഗ്ലാദേശിന് ന്യായമായ അവകാശവാദങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത്. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു പിന്നാലെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വഷളായിരുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായി അക്രമ സംഭവങ്ങൾ അരങ്ങേറിയതോടെ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി തിങ്കളാഴ്ച ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജാഷിം ഉദ്ദീനുമായി ചർച്ചകൾ നടത്തിയിരുന്നു. അതേസമയം ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള തന്റെ സന്നദ്ധതയെ പിന്തുണച്ച നേതാക്കൾക്ക് നന്ദി അറിയിച്ച് മമതാ ബാനർജി എത്തിയതും ശ്രദ്ധേയമായി. പിന്തുണച്ച നേതാക്കളോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും അവരുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നുവെന്നും ഇന്ത്യ സഖ്യം നന്നായി തുടരണമെന്നാണ് ആഗ്രഹമെന്നും മമത പറഞ്ഞിരുന്നു. ആവശ്യമെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് മമത പറഞ്ഞതിനു പിന്നാലെ NCP, ശരത് പവാർ, രാഷ്ട്രീയ ജനതാദൾ, സമാജ്വാദി പാർട്ടി, ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം തുടങ്ങിയ പാർട്ടികൾ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. ഹരിയാന, മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്കു പിന്നാലെ ഉലഞ്ഞു നിൽക്കുന്ന ഇന്ത്യ സഖ്യ കക്ഷികൾക്കിടയിൽ നിന്ന് മമതയുടെ പ്രസ്താവനയോട് അനുകൂലിച്ചും എതിർത്തും പ്രതികരണങ്ങളുണ്ടായി. മമത നേതൃസ്ഥാനത്തെത്തിയാൽ അത് ഇന്ത്യ സഖ്യത്തിന്റെ കരുത്തു കൂട്ടുമെന്ന് സമാജ്വാദി പാർട്ടി അഭിപ്രായപ്പെട്ടു. മമത ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പങ്കാളികളിൽ ഒരാളാകണമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റൌട്ടും പറഞ്ഞു. വൈകാതെ കൊൽക്കത്തയിലെത്തി മമതയുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ മമതയുടെ പ്രസ്താവനയിൽ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യകക്ഷിയായ കോൺഗ്രസ് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. മുൻ ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവാണ് ഇന്ത്യ സഖ്യത്തിന്റെ യഥാർത്ഥ ശില്പിയെന്ന് RJDയും പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിൽ അംഗങ്ങളായ കക്ഷികൾ അവരുടെ ദുരഭിമാനം മാറ്റിവെച്ച് ഒരുമിക്കണമെന്നും മമതാ ബാനർജിയെ സഖ്യം നയിക്കാൻ നിയോഗിക്കണമെന്നും തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും MP-യുമായ കല്യാൺ ബാനർജി അഭിപ്രായപ്പെട്ടിരുന്നു. കോൺഗ്രസ് ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണമെന്നും സഖ്യകക്ഷികൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്നും സമാജ്വാദി പാർട്ടിക്കൊപ്പം CPIയും ആവശ്യപ്പെട്ടു. സഖ്യത്തെ നയിക്കാൻ തയ്യാറാണെന്ന മമതാ ബാനർജിയുടെ നിർദ്ദേശം ഇന്ത്യ സഖ്യത്തിൽ ചർച്ച ചെയ്യണമെന്ന് SP ദേശീയ വക്താവ് ഉദയ്വീർ സിംഗ് ആവശ്യപ്പെട്ടിരുന്നു. മമതയ്ക്ക് 100% പിന്തുണയും സഹകരണവും നൽകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി.